വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സാംസന്റെ മരണശേഷം ഇസ്രായേലിൽ രാജവാഴ്ച ഇല്ലായിരുന്നു. ഓരോരുത്തരും യുക്തമെന്ന് തോന്നിയതുപോലെ പ്രവർത്തിച്ചു വന്നു. ഇഫ്രായിംകാരനായ മിക്ക തൻ്റെ അമ്മയിൽ നിന്നും മുമ്പ് കവർന്നെടുത്ത 1100 വെള്ളി നാണയങ്ങളെപ്പറ്റി അമ്മയുടെ മുമ്പിൽ കുറ്റം സമ്മതിച്ചു. അവൻ്റെ അമ്മയാകട്ടെ അതെടുത്തുരുക്കി വിഗ്രഹമുണ്ടാക്കി അതിനെ വണങ്ങി വിഗ്രഹാരാധനയിലേക്ക് വീണ്ടും വ്യതിചലിച്ചു. മിക്കയുടെ വീട്ടിലെത്തിയ ഒരു യൂദാ വംശജനായ ലേവ്യനെ മിക്ക അവിടെ താമസിപ്പിച്ചു. അവനെ മിക്കയുടെ പൂജാഗ്രഹത്തിലെ പുരോഹിതനാക്കി. ദാൻ ഗോത്രക്കാർ തങ്ങൾക്കുള്ള അവകാശ ഭൂമി നേടിയെടുക്കാൻ 5 പേരെ നിയോഗിച്ചു. അവർ മിക്കയുടെ ഭവനത്തിലെത്തി യൂദാക്കാരനായ പുരോഹിതനെ കണ്ടു. അവർ അവനോട് അഭ്യർത്ഥിച്ചു, ഞങ്ങളുടെ യാത്രയുടെ ഉദ്ദേശ്യം നിറവേറുമോ എന്ന് നീ ദൈവത്തോട് ആരാഞ്ഞറിയുക. പുരോഹിതൻ പറഞ്ഞു, സമാധാനമായി പോവുകിൻ. നിങ്ങളുടെ ഈ യാത്രയിൽ കർത്താവ് നിങ്ങളെ സംരക്ഷിക്കും. ന്യായാധിപന്മാർ 17-ാം അധ്യായം 5-6 തിരുവചനങ്ങൾ. അവർ തിരിച്ചു ചെന്ന് ലായിഷ് കീഴടക്കാമെന്ന് ദാൻ ഗോത്രത്തലവന്മാർക്ക് അറിയിപ്പ് നൽകി. അതനുസരിച്ച് ദാൻ ഗോത്രത്തിലെ ആയുധധാരികളായ 600 പേർ സോറായിലും എസ്താവോലിലും നിന്നും പുറപ്പെട്ടു. അവർ മിക്കയുടെ ഭവനത്തിലെത്തിയപ്പോൾ അവിടെ കൊത്തുവിഗ്രഹങ്ങളെയും പുരോഹിതനെയും കണ്ടു. മിക്ക ഉണ്ടാക്കിയ വസ്തുക്കളോടൊപ്പം അവൻ്റെ പുരോഹിതനെയും അവർ കൊണ്ടുപോയി. ശങ്കയില്ലാത്തവരും ശാന്തരുമായി ജീവിച്ചിരുന്ന ലായിഷിലെ ജനങ്ങളുടെ അടുത്ത് അവർ എത്തി. അവരെ വാളിനിരയാക്കി പട്ടണം തീവച്ച് നശിപ്പിച്ചു. ആ പട്ടണത്തിൻ്റെ പേര് ലായിഷ് എന്നതിൽ നിന്നും മാറ്റി ഇസ്രായേലിൻ്റെ മകനും തങ്ങളുടെ ഗോത്രപിതാവുമായ ദാനിൻ്റെ പേർ ആ സ്ഥലത്തിന് അവർ നൽകി. ദാൻകാർ കൊത്തുവിഗ്രഹം തങ്ങൾക്കായി സ്ഥാപിച്ചു. മോശയുടെ പുത്രനായ ഗർഷോമിൻ്റെ പുത്രൻ ജോനാഥനും പുത്രന്മാരും പ്രവാസകാലം വരെ ദാൻ ഗോത്രത്തിൻ്റെ പുരോഹിതന്മാരായിരുന്നു. ന്യായപ്രമാണം 18-ാം അധ്യായം 30-ാം തിരുവചനം. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.